പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിലെ ആഭരണങ്ങൾ മോഷണം പോയ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കും ഗുരുതര വീഴ്ച. കഴിഞ്ഞ മാസം 22-ാം തീയതി കൊല്ലപ്പെട്ട DMK വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ശാലിനിയുടെ മൃതദേഹത്തിൽ നിന്നാണ് ആഭരണങ്ങൾ മോഷണം പോയത്. ഈ സംഭവത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർക്കും പോലീസിനും ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് കണ്ടെത്തൽ. ആഭരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിൽ നഴ്സിംഗ് ഓഫീസർക്കും അത് ഏറ്റെടുക്കുന്നതിൽ പോലീസിനും വീഴ്ചയുണ്ടായി എന്നാണ് ആശുപത്രി അധികൃതരുടെ കണ്ടെത്തൽ. മൃതദേഹത്തിലെ 20 ഗ്രാം തൂക്കമുള്ള ആഭരണങ്ങൾ ആശുപത്രിയിലെ ഓഫീസ് ലോക്കറിന് പകരം നഴ്സിംഗ് ഓഫീസർ അത്യാഹിത വിഭാഗത്തിലെ കുത്തിവെപ്പ് മുറിയിലെ അലമാരയിലാണ് സൂക്ഷിച്ചത്. മോഷണം നടന്ന ദിവസങ്ങളിൽ ആഭരണങ്ങൾ കൊണ്ടുപോകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും അവർ തയ്യാറായില്ല. ആഭരണങ്ങൾ സൂക്ഷിച്ച ദിവസം തന്നെ പോലീസിനോട് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 8-ാം തീയതി പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴും ആഭരണങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല. ഈ മാസം 8-നും 11-നും ഇടയിലാണ് മോഷണം നടന്നെന്നാണ് കരുതുന്നത്. നഴ്സിംഗ് വിഭാഗം ജീവനക്കാർ നൽകിയ പരാതിയിൽ ഇക്കാര്യം പറയുന്നുണ്ട്. 11-ാം തീയതി ശാലിനിയുടെ അമ്മയാണ് ആഭരണങ്ങൾ കൈപ്പറ്റാനായി എത്തിയത്. അപ്പോഴാണ് മോഷണം നടന്ന വിവരം പുറത്തറിയുന്നത്. 2 ആഴ്ച മുൻപ് വന്നപ്പോൾ താക്കോൽ മറ്റൊരാളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് നഴ്സുമാർ ആഭരണം നൽകിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ മോഷണം നടന്ന ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നഴ്സിംഗ് ഓഫീസർക്ക് ആശുപത്രി സൂപ്രണ്ട് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ആശുപത്രി നഴ്സിംഗ് വിഭാഗത്തിന്റെ പരാതിയിൽ പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശാലിനിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ഐസക് മാത്യു സമൂഹ മാധ്യമങ്ങളിൽ കൊലപാതക വിവരം പോസ്റ്റ് ചെയ്യുകയും തുടർന്ന് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു.